ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് പനാമയിലെ മനോഹരമായ ഒരു സ്ഥലത്താണ്. അമഡോർ കോസ്വേ. പനാമയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് അമഡോർ കോസ്വേ. പനാമ കനാലിൻ്റെ നിർമ്മാണ സമയത്ത് കുഴിച്ചെടുത്ത മണ്ണ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പാതയാണിത്. ഈ പാത പനാമ സിറ്റിയെ 4 ചെറിയ ദ്വീപുകളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. നാവോസ്, പെറിക്കോ, കുലേബ്ര, ഫ്ലമെൻകോ എന്നിവയാണ് ആ ദ്വീപുകൾ. ഒരു വശത്ത് പനാമ സിറ്റിയുടെ ആധുനികമായ സ്കൈലൈനും മറുവശത്ത് പനാമ കനാലിലേക്കുള്ള കപ്പലുകളുടെ പ്രവേശന കവാടവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. പനാമ സിറ്റിയിലെ ഓൾഡ് ടൗണിലേക്ക് പോകുന്ന വഴിക്ക് ബസ്സിലിരുന്നെടുത്ത കുറച്ച് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പനാമ സിറ്റിയിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. പനാമ സിറ്റിയുടെ വലിപ്പവും ഭംഗിയും ഇവിടെ നിന്നും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. വേലിയിറക്കമായതുകൊണ്ട് ബോട്ടുകളൊക്കെ ചെളിയിൽ ഉറച്ചു കിടക്കുകയാണ്. വെള്ളം കയറി വരുന്നതനുസരിച്ച് അവ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഈ കാണുന്നതാണ് ഫ്രാങ്ക് ഗെറി ഡിസൈൻ ചെയ്ത ബയോ മ്യൂസിയം. ഇതിൻ്റെ കളർഫുള്ളായ റൂഫുകൾ കണ്ടോ? ഇത് പനാമയുടെ ജൈവ വൈവിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പനാമയിൽ ഞാൻ മുൻപ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത്ര അറിയില്ല ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ ഒരു പഴയൊരു ഓൾഡ് ടൗണും കുറേ നല്ല റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം. എന്തായാലും നല്ല കളർഫുള്ളായ ഒരു അടിപൊളി സ്ഥലം. ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടുത്തെ ഒരു ഓൾഡ് ടൗണിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയകളാണ് ഇതെല്ലാം. പനാമയുടെ ഈ അമഡോർ കോസ്വേയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ബീച്ചുകളും നല്ല ചെറിയ കഫേയും, എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നല്ല വലിയ ബിൽഡിങ്സും ഒരു വമ്പൻ സിറ്റി തന്നെയുണ്ട് പനാമ ഈ അമഡോർ കോസ്വേയുടെ ഓപ്പോസിറ്റ്. ഞാൻ എന്തായാലും ഇതിലൊന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അത്ര ഐഡിയ ഇല്ല എങ്ങോട്ട് പോകണമെന്ന്. എന്തായാലും ഈ റോഡ് ക്രോസ് ചെയ്തൊന്ന് പോയി നോക്കാം. പനാമ കനാലിൻ്റെ നിർമ്മാണ സമയത്ത് കുഴിച്ചെടുത്ത മണ്ണ് വെച്ച് ഇവിടുത്തെ പനാമയുടെ 4 ദ്വീപുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയൊരു റോഡാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇവിടെ നമുക്ക് സൈക്കിള് റെൻറ്റിന് എടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഒത്തിരി ഷോപ്പുകളുണ്ട് സൈക്കിള് റെൻറ്റിന് കൊടുക്കുന്നത്. ഇവിടുത്തെ ഓൾഡ് ടൗണിൻ്റെ ഒരു എൻട്രൻസ് ആണ്. കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി നടന്നപ്പം അവിടെ വലിയൊരു സിറ്റി ഉണ്ട്. ആ സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ വഴി ചോദിച്ച് ഈ 2 പോലീസുകാരോടാണ് വഴി ചോദിച്ചത്. അവർ പറഞ്ഞത് എല്ലാം നല്ല എക്സ്പെൻസീവാണ്, കുറച്ച് ദൂരമുണ്ട്, ടാക്സി എടുത്ത് പോകേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ള കെട്ടിടങ്ങളാണ്. പഴയതാണ്, എന്നാൽ ആ ഒരു എന്താ പറയുക ഭംഗി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ നടന്ന് ഇവിടുത്തെ ഓൾഡ് ടൗണിൻ്റെ മുന്നിലേക്ക് എത്തി. ഇതാണ് ഇവിടുത്തെ ഓൾഡ് ടൗൺ. നല്ല മോഡിഫൈ ചെയ്ത് ഇഷ്ടംപോലെ വണ്ടികളൊക്കെ കാണാം കേട്ടോ. ഓൾഡ് ടൗൺ എന്നാണ് പറയുന്നതെങ്കിലും നല്ല മോഡേൺ ആയിട്ടുള്ളൊരു ഏരിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്.
നല്ല ഭംഗിയുണ്ട്, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പക്ഷേ 29 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട്. ഇന്നത്തെ സമയം ഏകദേശം 10 മണിയാവുന്നു. കൂടുതലും ഷോപ്പുകൾ തന്നെയാണ്, ചെറിയ സുവനീർ ഷോപ്പുകളും കഫേയും എല്ലാമാണ് ഇവിടെയും ഉള്ളത്. നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു ചെറിയ ടൗണൊക്കെ പോലെയുള്ളൊരു സ്ഥലമാണിത്. എനിക്ക് അതുപോലൊരു ഫീലാണ് ഇവിടെ തോന്നുന്നത്. കെട്ടിടങ്ങളും റോഡും എല്ലാം ഏകദേശം അതുപോലെയൊക്കെ തന്നെ. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പം ഇവിടെ ഒരു ചൈനീസ് മാർക്കറ്റ് ഉണ്ടെന്നുണ്ട്. അപ്പോൾ ഞാൻ മാർക്കറ്റിൻ്റെ അവിടെ ഒന്ന് പോകാമെന്ന് പറഞ്ഞതാണ്. അതിൻ്റെ ആ മാർക്കറ്റിൻ്റെ എൻട്രൻസ് ആണിത്. ഉള്ളിൽ എന്താണ് സംഭവം എന്നറിയില്ല. ആ മാർക്കറ്റ് എന്ന് പറഞ്ഞ ചൈനീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് കണ്ടിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഞാൻ എത്തിയത് ഈ റോഡിലേക്കാണ്. അതൊരു കവാടം മാത്രമല്ലായിരുന്നു, ഒരു ചൈന ടൗൺ അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. ജസ്റ്റ് ഒരു കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നടന്ന് ഇവിടെയുള്ള വേറൊരു മാർക്കറ്റും എല്ലാം ഉള്ളൊരു ഏരിയയിലേക്ക് എത്തി. പൊതുവെ ഇവിടം വിസിറ്റ് ചെയ്യാൻ നല്ലത് വൈകുന്നേരങ്ങളിൽ വരുന്നതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. വൈകുന്നേരത്തെ സൺസെറ്റ് കൂട്ടിയുള്ള സമയം അടിപൊളിയാണ്, നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത് പൊതുവെ. ഒരു മരം നിൽക്കുന്നുണ്ടോ, ഫുള്ള് വേരുകളൊക്കെ ആയിട്ട്. ഇവിടെ കണ്ടൊരു കഫേ ആണ് കേട്ടോ, കൊക്കക്കോള കഫേ. കിടലിനായിട്ട് മോഡിഫൈ ചെയ്തൊരു വണ്ടി കിടപ്പുണ്ടല്ലോ ഇവിടെ. നല്ല ഭംഗിയുള്ള ഈ പഴയ കെട്ടിടങ്ങൾ തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ തിരിച്ച് ഷിപ്പിലേക്ക് പോവുകയാണ്. എന്തായാലും കുറച്ചധികം നടക്കാനുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.